പഞ്ചായത്ത് റോഡരികിൽ പൂച്ചെടികൾ നട്ടുവളർത്തി യാത്രക്കാരുടെ കണ്ണിനും മനസ്സിനും വിരുന്നൊരുക്കുകയാണ് വിളയാങ്കോട് സ്വദേശികളായ ദമ്പതികൾ. റോഡരികിൽ 150 മീറ്റർ നീളത്തിലാണ് ഇരുവരും ചെടികൾ നട്ട് പരിപാലിക്കുന്നത്. ഇരുഭാഗത്തും ചെടികൾ പൂവിട്ട് നിൽക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു പാതയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. വിളയാങ്കോട് പെട്രോൾ പമ്പ് കുളപ്പുറം റോഡാണിത്. ഇത് ഇരുഭാഗവും 150 മീറ്ററോളം ദൂരത്ത് ചെടികൾ പൂവിട്ട് നിൽക്കുന്ന ഏറ്റവും ഭംഗിയുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് പിന്നിൽ ഒരു ദമ്പതികളാണ്, ഇന്ദിര മനോജ് ദമ്പതികളാണ്. അപ്പൊ അവരുടെ വിശേഷങ്ങൾ കാണാം. അവർ ഇതിനൊക്കെ എന്തൊക്കെ പരിചരണമാണ് നടത്തുന്നത്, എപ്പം മുതലാണ് ഇങ്ങനെ ഈ ഒരു പാതയെ ഇത്രയും സുന്ദരമാക്കി നിർത്താൻ അവർ തുടങ്ങിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുവരാം. മാലിന്യം തോന്നുന്നിടത്തേക്ക് വലിച്ചെറിയുന്ന സമൂഹമാണ് മലയാളികളെന്ന് സാധാരണ പറയാറുണ്ട്. ഉദാഹരണമായി പലപ്പോഴും നമ്മുടെ പാതയോരങ്ങളിൽ കുന്നുകൂടി കിടക്കുന്ന മാലിന്യം ചൂണ്ടിക്കാണിക്കപ്പെടാറുമുണ്ട്. എന്നാൽ ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്തരാണ് വിളയാങ്കോട്ടെ മനോജും ഭാര്യ ഇന്ദിരയും. നാടിന് തന്നെ മാതൃകയായി തീരുകയാണ് ഈ ദമ്പതികൾ. സ്വന്തം വീട്ടുപരിസരത്തെ റോഡരികിൽ 150 മീറ്റർ ദൂരം ഭംഗിയുള്ള പൂച്ചെടികൾ വച്ചു പിടിപ്പിച്ച് അത്യപൂർവ കാഴ്ചയൊരുക്കുകയാണിവർ. മാത്രമല്ല എല്ലാ ദിവസവും ചെടികളെ പരിപാലിക്കുവാനും പാതയോരം ശുചിയാക്കി നിർത്തുവാനും ഇവർ സമയം കണ്ടെത്തുന്നു. അപ്പൊ ഇത്ര കാലം മുന്നെയാണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്? ഈ ഒരു കാര്യങ്ങളിലേക്കൊക്കെ കടക്കുന്നത് എപ്പോ മുതലാണ്? ചെയ്തിട്ട് 8 വർഷമായി. വീടെടുത്തിട്ട് 10 വർഷമായി. വീടെടുത്ത് ആദ്യം ഞങ്ങൾ വീട്ടിലായിരുന്നു ചെടി നട്ടത്. അപ്പൊ അന്ന് കട്ട് ചെയ്യുമ്പോ അതെങ്ങനെ കളയാനുള്ള മടി കൊണ്ട് റോഡ് സൈഡിൽ വെച്ചു. അതപ്പോ ഇത്രയും ഒരു 150 മീറ്റർ ദൂരത്തേക്കൊക്കെ നട്ട് പോവാമെന്നൊക്കെ എപ്പോഴാ തോന്നിയത്? നമ്മളിവിടെ വന്നപ്പോ വല്ലേ ഉണ്ട് തുടങ്ങിട്ടാ. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ അടുത്തൊക്കെ വീടുകളുണ്ട്. അപ്പൊ അവരോടൊക്കെ നമ്മൾ പെർമിഷൻ ചോദിക്കണമായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? പെർമിഷൻ ചോദിച്ചിട്ടാ. കാരണം ഞങ്ങളുമായിട്ട് നല്ല സഹകരണമുള്ളവരാണ് ഉള്ളവര്. അവര് ഞാൻ ചെയ്യുമ്പോ അവർക്ക് സഹായിക്കാൻ പറ്റുന്നില്ലേ, അവര് വന്ന് ഞങ്ങളോട് നല്ല ഇതായിട്ട് നല്ല കാര്യമാണെന്ന് പറയും. ഞാനൊരു ടാക്സി ഡ്രൈവറാണ്, നല്ല റോഡ് ഇഷ്ടപ്പെടും, അതുകൊണ്ട് അതിന്റെ ഭാഗമായി. അപ്പൊ ഇതുവഴി പോകുന്നവരൊക്കെ എങ്ങനെ എന്തെങ്കിലും അഭിപ്രായം പറയുകയോ ഒക്കെ ചെയ്തോ? നല്ല കാര്യം, നല്ലതാണെന്ന് പറയും. ഞങ്ങള് പണിയെടുത്തുകൊണ്ടൊക്കെ ഒരു 10 മിനിറ്റ് ഞങ്ങളോട് സംസാരിച്ചിട്ടേ പോകും. ഇവിടെയുള്ള ഓട്ടോ ഡ്രൈവർമാരായാലും നാട്ടുകാരായാലും ഞങ്ങളോട് സംസാരിച്ച് നല്ല കാര്യമാണെന്ന് പറയും. സമയമില്ലാത്തതുകൊണ്ടാണ് സഹായിക്കാത്തതെന്ന് പറയും. അപ്പൊ അച്ഛനും അമ്മയും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവാറുണ്ടോ? സത്യം പറഞ്ഞില്ല, ഇവര് തന്നെ രണ്ടുപേരും തന്നെയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഞാനിങ്ങനെ കാണുന്ന സൗന്ദര്യം ആസ്വദിക്കുക മാത്രമേ ഉള്ളൂ. എന്ത് തോന്നുന്നു ഇവര് ചെയ്യുന്ന ഒരു പ്രവൃത്തി? നല്ല നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് ഇപ്പോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പതിവ് ആൾക്കാരും ചെയ്യാത്ത കാര്യമാണല്ലോ. അപ്പൊ നല്ലൊരു കാര്യമല്ലേ. ഇതുവഴി യാത്ര ചെയ്യുന്നവരുടെ ഹൃദയം കവരാൻ ഇവർ ഒരുക്കിയ പൂന്തോട്ടത്തിന് കഴിയുന്നുമുണ്ട്. നമുക്ക് കാണിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ് ഇത് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇരുഭാഗങ്ങളിലും ഒരു വശത്ത് കോളാമ്പി പൂവുണ്ട്, അതുപോലെ നമ്പ്യാർവട്ടപ്പൂവുണ്ട്. അത്തരത്തിൽ നാടൻ പൂക്കളെ കൊണ്ട് തന്നെയാണ് ഈ ഒരു 150 മീറ്ററും അലങ്കരിച്ചിരിക്കുന്നത്. ഇടയിലായി നെല്ലി ചെടിയും അതുപോലെ ചായ മനസ്സ പോലെയുള്ള ഇലവർഗ്ഗങ്ങളും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ 150 മീറ്റർ ദൂരം എല്ലാ ദിവസവും തങ്ങളുടെ വീട് എങ്ങനെ അടിച്ചു വൃത്തിയാക്കുന്നു, അല്ലെങ്കിൽ മുറ്റം എങ്ങനെ അടിച്ചു വൃത്തിയാക്കുന്നു, അത്രയും ഭംഗിയാക്കി ഈ റോഡിന് ഇരുവശവും നിലനിർത്തുന്നു എന്നത് തന്നെയാണ് ഇവർ ചെയ്യുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇത്രയും ഭംഗിയുള്ള ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പ്രണവ് തിരുവമ്പിക്കൊപ്പം KN വർഷ.